KNRCൻ്റെ വണ്ടി മണ്ണുമായി ഇല്ല പൊടിയണ്ടില്ല പറഞ്ഞ് അങ്ങനെ മാത്രം കോരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ സൈസാക്കി മാറ്റി. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഉള്ള ചെനക്കൽ ബൈപ്പാസിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും മാറ്റങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഇട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ബൈപ്പാസിൻ്റെ സ്റ്റാർട്ട് ചെയ്യണ ഇതുവരെ നമ്മളെ ചെനക്കൽ ഭാഗത്തേക്കുള്ള ഈ സൈഡും രണ്ട് സൈഡും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മാറ്റിമറിച്ചു എന്ന് പറയാം. അപ്പോൾ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചായി വീഡിയോ ഒക്കെ വിട്ടിട്ട് ഇവിടുത്തെ റോഡ് വീഡിയോൻ്റെ. അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തരാം. സൈഡ് വർക്കുകളൊക്കെ ആണെങ്കിൽ കാര്യമായി നടക്കാനുള്ളത്. സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈഡിലെ പാച്ച് വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചെനക്കൽ ഓവർപാസിൻ്റെ ചോട്ടിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണ അതുവരെ രണ്ട് സൈഡ് ടാറിങ് കഴിച്ചിട്ടുണ്ട്. നല്ല പൊടിയാട്ടാ, പൊടി മാറി കിടക്കുകയാണ്. ചെനക്കൽ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് കണ്ട് ഇതുവരെ ടാറിങ്ങും മെറ്റലിങ്ങും നിറച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം സർവീസ് റോഡിൽ കേട്ടോ. ഇവിടെയാണ് ഇപ്പം മണ്ണെടുത്ത് സെറ്റാക്കാനുള്ളത്. ഫുള്ളായിട്ട് മണ്ണ് വാരിയെടുത്തു. കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കൂടുതൽ മണ്ണിന് വളരെ കുറച്ച് മണ്ണ് കൂടിയുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് വാരിയെടുത്തു. ആകെ മാറിക്കഴിഞ്ഞു. അപ്പം ഓവർപാസിന് ചോട്ടിലൂടെയാണ്. അത്യാവശ്യം വീതിൻ്റെ കണ്ടില്ലേ, ഇങ്ങനെ നോക്കിയാലും അറിയാം. അത്യാവശ്യം വീതിയിലാണ് ഇവിടുത്തെ പാലം സെറ്റാക്കിയിട്ടുള്ളത്. ഒരു ഏച്ചർ കടന്നു വരികയാണ്. ഓവർപാസിൻ്റെ ഈ സൈഡ് ഭാഗത്താണ് സ്പ്രേ അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കണ എയറിന്. ഇല്ലേ, ഈ ആ മൊത്തമായിട്ട് അതേമാതിരി ഈ സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടാണ്. ഞാൻ കുറച്ച് മുന്നോട്ട് പോയേക്കാം. അപ്പോൾ അടുത്ത കുറച്ച് ഭാഗം കൂടി കാണാം. മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൊടി കേട്ടോ. ഒരു വണ്ടി പോയാൽ ഇതിൽ നന്നായിട്ട് പൊടി മാറിയിട്ട് അടുത്ത ഫുള്ള് മണ്ണും ലോഡിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കാണ് കാര്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. അടിയിൽ നിന്ന് നല്ല സെറ്റാക്കി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുകളിൽ കോൺക്രീറ്റ് വക്കത്തണ്ടില്ലേ, ഫുള്ള് ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ചെനക്കൽ സെൻറ്റർ ഭാഗത്ത് ഒരുപാട് മണ്ണ് ഫുള്ള് വാരി എടുത്തിട്ടുണ്ട്. ഈ കോലത്തിലായിട്ടാണ് വൺ സൈഡ് ഇവിടെ മെറ്റലൊക്കെ ഇട്ട് നിരത്തിയിരിക്കണ്. കുറച്ച് ഭാഗം ടാറിങ് കഴിച്ചിട്ടുണ്ട്. ആ ഫ്രണ്ട് ഭാഗത്ത് ഇനി അവിടെയൊക്കെ ഒന്ന് പോയേക്കാം. സൈഡ് മെറ്റലൊക്കെ നിരത്തി ഈ സൈഡ് ഇപ്പോൾ മണ്ണൊക്കെ എടുത്ത് ഇനി ഇവിടെയാണ് ഇപ്പോൾ വർക്കുകൾ. ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ സെറ്റാവും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നന്നായിട്ട് കുത്തിക്കുലുങ്ങിട്ടാ ഫുള്ള് ഇവിടെ മാന്തി എടുത്തേക്കാണ്. വരെ മെത്തട്ട് നിരത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് കണ്ടില്ലേ. അപ്പം ചെനക്കൽ സെൻറ്റർ മുതൽ ഇതുവരെയാണ് ഇപ്പോൾ ടാറിങ് വൺ സൈഡ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അണ്ടർപാസിന് അടുക്കുള്ള കുറച്ച് ഭാഗത്താണ് ടാറിങ് നടത്താണ്ട് അവിടെ മെത്തൽ നിരത്തിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ടാറിങ് കണ്ടില്ല നല്ല സെറ്റായി ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഈ സൈഡ് മണ്ണെടുത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മാറ്റിമറിച്ചു തന്നെ 66 ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മാന്തലും മാന്തലും കോരലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ സൈസാക്കി മാറ്റി. അപ്പോൾ ഈ ഭാഗമൊക്കെ വൺ സൈഡ് ടാറിങ് കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൊച്ചിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ മണ്ണ് മാന്തിയുടെ മാന്തി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സർവീസ് റോഡിലെ വണ്ടിയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെനക്കൽ സെൻറ്റർ മുതൽ ഇതുവരെയാണ് ഇപ്പോൾ ടാറിങ് വൺ സൈഡ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അണ്ടർപാസിന് അടുക്കുള്ള കുറച്ച് ഭാഗത്താണ് ടാറിങ് നടത്താണ്ട് അവിടെ മെറ്റൽ നിരത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഇതുവരെ ടാറിങ് വൺ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഡ്രെയിനേജിൻ്റെതാ ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് പോകുന്നത്. ഇവിടെയാണ് ഇപ്പം ഇനി മെറ്റലിൻ്റെ അടുത്താൽ കേട്ടോ. ഇവിടെ ഇപ്പോൾ കയറൊക്കെ വെട്ടി മാർക്ക് ചെയ്ത് വണ്ടിയുടെ സെറ്റാണ്.
ചെനക്കൽ ബൈപ്പാസ് മുതൽ നമ്മളെ അണ്ടർപാസിൻ്റെ ഏകദേശം അടുത്തായിട്ട് ഇതുവരെയാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ടാറിങ് കഴിഞ്ഞാണ്. ഇവിടെ ഇപ്പോൾ മെറ്റൽ നിരത്തി ട്രാക്കൊക്കെ വരച്ച് അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലേ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.